നടൻ ദിലീപിനെ അതിരൂക്ഷമായി വിമർശിച്ച് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് കോടതി വിധി കേട്ട ശേഷം പുറത്തു വന്ന് ദിലീപ് നടത്തിയ പ്രതികരണത്തെയാണ് ആലപ്പി അഷ്റഫ് വിമർശിക്കുന്നത്. ആർക്കെങ്കിലും ദിലീപിനോടുണ്ടായിരുന്ന സ്നേഹം ആ പ്രതികരണത്തോടെ പൂർണ്ണമായും ഇല്ലാതായതായും ആലപ്പി അഷ്റഫ് പറയുന്നു. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗത്തിൽ അമർഷവും ദേഷ്യവും ഉണ്ടാക്കാൻ ദിലീപിൻ്റെ പ്രതികരണം കാരണമായെന്നും അദ്ദേഹം പറയുന്നു. അതിനാലാണ് ദിലീപിൻ്റെ സിനിമ ബഹിഷ്കരിക്കണമെന്ന പൊതുജനത്തിൻ്റെ ആഹ്വാനത്തിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിനിമാ പ്രേമികൾ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു നടനെ വെറുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന അവസ്ഥയാണിതെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. ആലപ്പി അഷ്റഫിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചില ഇടങ്ങളിൽ മൗനമാണ് ഏറ്റവും നല്ലത്. മൗനം പാലിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. പക്ഷേ സംസാരിച്ചതിൻ്റെ പേരിൽ ഖേദിച്ചെന്ന് വരാം. മൗനം പലപ്പോഴും ബലമുള്ള ഒരു ഊന്നുവടിയാണ്, സ്വയം വീഴാതിരിക്കാനും മറ്റുള്ളവരെ വീഴ്ത്താതിരിക്കാനും. കോടതി വിധിക്ക് ശേഷം പുറത്തു വന്ന ദിലീപിൻ്റെ പ്രതികരണങ്ങൾ അപ്പോൾ അനിവാര്യമായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നും തൻ്റെ കലാപരമായ കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മലയാള സിനിമയിലെ സമസ്ത മേഖലകളെയും കൈക്കൊമ്പിളിൽ ഒതുക്കിയ നടനാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പം എത്തിയത്. അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ ഇഷ്ടം അവർ ദിലീപിന് ജനപ്രിയ നായകൻ എന്ന പേര് ചാർത്തിക്കൊടുത്തു. അന്നൊക്കെ ദിലീപിൻ്റെ ഒരു ചിത്രം വരാൻ കണ്ണും നട്ടിരുന്ന പ്രേക്ഷകരിൽ നല്ലൊരു ഭാഗം ഇന്ന് ദിലീപ് അഭിനയിക്കുന്ന ചിത്രങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അത്തരമൊരു സംഭവം അരങ്ങേറിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതായത് സിനിമാ പ്രേമികൾ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെ സ്നേഹിച്ചിരുന്ന ഒരു നടനെ വെറുക്കുന്ന അവസ്ഥ, തള്ളിപ്പറയുന്ന അവസ്ഥ. എന്നാൽ സിനിമാ രംഗത്തെ ആരും തന്നെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ദിലീപിൻ്റെ 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാമലീല എന്ന ചിത്രം ചിലരൊക്കെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ മഞ്ജു വാര്യർ അന്ന് നടത്തിയ ഒരു പ്രസ്താവന നമുക്ക് മുന്നിലുണ്ടല്ലോ. സിനിമയെ സിനിമയായിട്ട് കാണണമെന്നും അത് ഒരുപാട് പേരുടെ അന്നമാണെന്നും അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ടെന്നും അന്ന് പറഞ്ഞിരുന്നു. അത് മഞ്ജു വാര്യർ മാത്രമല്ല, അന്ന് ദിലീപിനെ എതിർത്ത് രംഗത്ത് വന്ന പല സിനിമാക്കാരുടെയും അഭിപ്രായം ഇതുതന്നെയായിരുന്നു. രാമലീല വിജയിച്ചപ്പോൾ ദിലീപ് നിരപരാധിയാണ്, ജനങ്ങളെല്ലാം അയാൾക്കൊപ്പമാണ്, അതുകൊണ്ടാണ് ജനം ഈ സിനിമയെ വലിയൊരു വിജയമാക്കിയതെന്ന് ദിലീപ് അനുകൂലികൾ തട്ടിവിട്ടിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നീട് വന്ന ദിലീപ് ചിത്രങ്ങൾ ഒന്നും തന്നെ നിലം തൊട്ടില്ല. നൂറുകണക്കിന് കോടികളാണ് ദിലീപ് ചിത്രങ്ങളിലൂടെ നിർമ്മാതാക്കൾക്ക് നഷ്ടമായത്. ദിലീപ് വലിയൊരു തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വരുന്ന സിനിമയാണ് ഫഫബ, ഭയ ഭക്തി ബഹുമാനം. വിജയം ഉറപ്പുവരുത്താനായി മോഹൻലാൽ എന്ന മേമ്പടി കൂടി ചേർത്തിട്ടുണ്ട്. ഈ ചിത്രം റിലീസാകുന്നതോടുകൂടി സിനിമാ രംഗത്തുള്ളവരെല്ലാം ദിലീപിനോട് ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറണമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ടാവാം. ഈ പ്രതീക്ഷകളെയെല്ലാം അപ്പാടെ തകിടം മറിച്ചത് കോടതി വിധി കേട്ട് പുറത്തിറങ്ങിയ ശേഷം ദിലീപിൻ്റെ ശരീരഭാഷയും പ്രതികരണവുമാണ്. അവിടെ അല്പം ഫഫബ കാണിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഇത്രത്തോളം രൂക്ഷമാകില്ലായിരുന്നു. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അല്പം പോലും മാനസാന്തരം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. വിധി കേട്ട് പുറത്തു വന്നയുടനെ മഞ്ജു വാര്യരെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂഷനെയും മീഡിയയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതികരണം. ആർക്കെങ്കിലും അയാളോട് അല്പം സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇല്ലാതാക്കുന്നതായിരുന്നു ആ പ്രകടനം. അന്ന് കോടതിയിലേക്ക് കയറിപ്പോയ ദിലീപ് വളരെ വിനയത്തോടെ പാവത്താനെ പോലെ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ ആർക്കും വിഷമം തോന്നിയിരുന്നു. എന്നാൽ തിരിച്ചിറങ്ങി വന്നപ്പോൾ കാണിച്ച ധിക്കാരവും അഹങ്കാരവും ഒക്കെ ഞാൻ മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. ഇത് കാണുമ്പോൾ ഒരു പഴയ കാര്യം ഓർമ്മ വരികയാണ്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചാനലിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്: ചേട്ടൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ, ഞങ്ങൾ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ, ഒരറ്റം മുതൽ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചതായിരിക്കാം. ദിലീപിൻ്റെ ഇപ്പോഴത്തെ വാക്കുകൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന വലിയൊരു ജനവിഭാഗത്തിന് അമർഷവും ദേഷ്യവും ഉളവാക്കുന്നതായിരുന്നു. ഇതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ടാകാം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട KSRTC ബസ്സിൽ ദിലീപ് അഭിനയിച്ച സിനിമയുടെ പ്രദർശനം തടഞ്ഞത്. ദിലീപിൻ്റെ ഈ പറക്കും തളിക എന്ന സിനിമ ബസ്സിൽ കണ്ട സ്ത്രീകൾ രോഷാകുലരായി പ്രതിഷേധിച്ച് ചിത്രം നിർത്തിവെപ്പിച്ചു. ഈ ബസ്സിലെ യാത്രക്കാരിൽ ആരും തന്നെ ദിലീപുമായി വ്യക്തിപരമായ വൈരാഗ്യമുള്ളവരോ ദിലീപിൻ്റെ ഡേറ്റ് കിട്ടാത്ത സിനിമാക്കാരോ ആരും തന്നെ ആയിരുന്നില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് അവരെന്ന് ഓർക്കുക.